രാഷ്ട്രീയത്തിൽ ഇറങ്ങുമോ എന്ന ചോദ്യം തള്ളിക്കളയാതെ നടി ഉർവശി നിലവിൽ സിനിമാ ജീവിതവുമായി മുന്നോട്ടു പോകാനാണ് ആഗ്രഹം എങ്കിലും ഭാവിയിൽ എന്താകുമെന്ന് അറിയില്ല എന്ന് ഉർവശി പറഞ്ഞു. രാഷ്ട്രീയത്തിൽ തനിക്ക് വ്യക്തമായ ധാരണയുണ്ട് എന്നും വോട്ട് ചെയ്യുമ്പോൾ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്നും നടി പറഞ്ഞു. കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി വേണം എന്നത് തന്റെ ആഗ്രഹമാണ്. മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയുടെ പ്രവർത്തനങ്ങൾ കോവിഡ് കാലത്ത് വിദേശത്ത് വരെ ചർച്ച ചെയ്തത് കണ്ടില്ലേ എന്നും ഉർവശി ചോദിച്ചു. ഇപ്പോൾ പ്രസ് മീറ്റിൽ ഇപ്പം മാഡത്തിനോട് ചോദ്യം ചോദിച്ചിരുന്നു, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ടോ? അപ്പോൾ പറഞ്ഞ മറുപടി, ഞാൻ കട്ടൻ കാപ്പി മാത്രമേ പിടിച്ചിട്ടുള്ളൂ, ഞാൻ ആഹാരം കഴിച്ചിട്ട് മറുപടി പറയാം. അപ്പം ആഹാരം കഴിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതിനാണ് കാര്യം. ആഹാരം കഴിക്കാൻ ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല, അരി കഴിച്ചില്ല. ഞാൻ കഴിച്ചിട്ട് നീ മറുപടി കേട്ടിട്ട് വയറ് നിറച്ച് പോയി കഴിക്കാന്നുള്ള പരിപാടിയാണ്. പ്രധാനപ്പെട്ടൊരു ചോദ്യമല്ലേ അതുകൊണ്ട് ഞാൻ കൊണ്ട് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടൊരു ചോദ്യം തന്നെയാണ്. പക്ഷേ പിന്നെ അത് നമ്മൾ അങ്ങനെ കാര്യമായിട്ട് ചിന്തിച്ചിട്ടുള്ളൊരു സംഭവമേ അല്ല ഇതുവരെ. പക്ഷെ എല്ലാവർക്കും ഒരു കാഴ്ചപ്പാട് അതിനെക്കുറിച്ച് വേണം എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. അയ്യോ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല കേട്ടോ എന്ന് പറയുന്നത് അത്ര വലിയൊരു നല്ല ലക്ഷണമായിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല. നമ്മൾ പിന്നെ ഇതിനെ കൂടുതൽ ചോദ്യങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ പറയും, ഇല്ല കേട്ടോ എനിക്ക് താല്പര്യമില്ല, അയ്യോ അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ. ഞാൻ സ്ഥിരമായിട്ട് വാർത്ത വായിക്കുന്ന ആളാണ്, വാർത്തകൾ കേൾക്കുന്ന ആളാണ്. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട് താനും. പിന്നെ വോട്ടിടുന്നത് തികച്ചും എൻ്റെ വ്യക്തിപരമാണ്. തൽക്കാലം എൻ്റെ വോട്ട് തമിഴ്നാടാണ്, കാരണം അവിടെയാണ് ഞാൻ കുറേ കാലമായിട്ട് ഞാൻ ജീവിക്കുന്നതെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വോട്ടിടുമ്പോഴും എനിക്ക് വ്യക്തമായിട്ട് എൻ്റെ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഏരിയയിൽ നല്ലോണം പ്രവർത്തിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ആരൊക്കെ ആയിരിക്കും എന്നുള്ളതൊക്കെ ഒരു അന്വേഷണം ഒക്കെ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് അറിയാത്ത ഒട്ടും അറിയില്ല എന്നും പറഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പ്രൊഫഷൻ അതിലെനിക്ക് നല്ല രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനെ ശല്യം ചെയ്യുന്ന രീതിയിലുള്ള മറ്റൊരു സ്ഥലത്തേക്ക് ഡീവിയേറ്റ് ചെയ്യാനുള്ളൊരു താല്പര്യം ഉടനെ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്ക് നാളത്തെ കാര്യം നമുക്ക് ഇപ്പം പറയാൻ പറ്റത്തില്ല. ഇപ്പൊ തമിഴ്നാട്ടിൽ തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിജയ് തന്നെ പൊളിറ്റിക്കൽ പാർട്ടി ഇറക്കുന്നു, 2026 മത്സരിക്കാൻ വരുന്നു, DMK ശക്തമായി നിൽക്കുന്നു, ശരത് കുമാർ നേരത്തെ പാർട്ടി തുടങ്ങിക്കഴിഞ്ഞു. ഒരു മൊത്തത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം മാറുന്നുണ്ട് തമിഴ്നാട്ടിൽ. ഉണ്ട്. എല്ലാ സ്ഥലങ്ങളിലും അത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും ഹരി. എപ്പോഴും ജനകീയമായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളോട് അത്തരം ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടാവും. കുറച്ച് നല്ല എല്ലാവരുമായിട്ടും പെട്ടെന്ന് അടുക്കുകയും അല്ലെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പെരുമാറുന്ന ആർട്ടിസ്റ്റുകളോട് സ്വാതന്ത്ര്യമായിട്ട് എന്തും ചോദിക്കാൻ പറ്റുന്ന ആൾക്കാരോട് എല്ലാവരും ചോദിക്കും. അത് ചോദിക്കാതിരിക്കത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞ റീസണാണ് അതിൻ്റെ പ്രധാന. എൻ്റെ ഈ ജോലിയെ ഡിസ്റ്റർബ് ചെയ്യാത്ത കാര്യങ്ങളെ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമേ ചെയ്യാനുള്ളൂ തൽക്കാലം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഇപ്പം കേരളത്തിൽ ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പോൾ അവിടെയും ഒരു വനിതാ മുഖ്യമന്ത്രി എന്നൊരു ചോദ്യമുണ്ട്. വനിതാ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരണം, വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹവും ഒരു വിഭാഗം ആളുകളുടെ മുന്നിലുണ്ട്. എങ്ങനെ നോക്കി കാണുന്നത്? തീർച്ചയായിട്ടും വനിതാ മുഖ്യമന്ത്രി വേണം എന്നുള്ളത് എല്ലാ സ്ത്രീകളുടെയും ആഗ്രഹം തന്നെയല്ലേ. നല്ല അങ്ങനെ ഒരു ഇപ്പം ശൈലജ ടീച്ചറിനെ പോലെ ഒരു ആരോഗ്യമന്ത്രി, അത്രയും പേര് ആ സമയത്ത് ആ കോവിഡ് കാലത്ത് അവർക്ക് അത്രയും പേരുണ്ടായില്ല എന്നൊക്കെ പറയുമ്പോൾ സാധ്യമാണ് സ്ത്രീകൾക്ക്. നമ്മളിപ്പോൾ കേരളത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാലും തീർച്ചയായിട്ടും സാധിക്കും. അപ്പം ഇന്നത്തെ സാഹചര്യം എന്തൊക്കെയാണിത് മാറി മറിഞ്ഞതാണ്. ഒരുപാട് എന്താ പറഞ്ഞ വിമർശനങ്ങൾക്ക് ഇടവരുത്തും. കാരണം പല കാരണങ്ങളും പറഞ്ഞ് ഒരാളെ വിമർശിച്ച് ഇത് വേണ്ട എന്ന് ചിന്തിക്കുന്ന തരത്തിലാക്കും. ഇതൊക്കെ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും അങ്ങനൊരു സാഹചര്യം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഉണ്ടാവണം, അതിന് പ്രാപ്തരാകാൻ പറ്റുന്നവരാണെങ്കിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഇന്ദിരാഗാന്ധി അല്ലാതെ നമ്മൾ ശക്തരായിട്ട് ഒരു വനിത നമ്മൾ പിന്നെ കാണുന്നത് പിന്നെ ജയലളിത, മമതാ ബാനർജി, അങ്ങനെ പലരെയും നമ്മുടെ മനസ്സിൽ റോൾ മോഡലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ പലരും എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അതിനെതിരെ ഇങ്ങനെ വളരെ ശക്തിയായിട്ട് നിൽക്കുന്ന സ്ത്രീകളെ. അതുപോലെ എന്തെങ്കിലും ഒരിക്കൽ ഉണ്ടാവും കേരളത്തിലും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ശൈലജ ടീച്ചറിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് പേഴ്സണലി ഒരു ആഗ്രഹമുണ്ട്? അല്ല, മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ആ ടീച്ചറിനെ കണ്ടപ്പോൾ വിദേശത്ത് വരെ ടീച്ചറിനെ ആ ഒരു കാലത്തുണ്ടായിരുന്ന ഒരു
ശക്തമായൊരു സേവനവും ഒരു നിരീക്ഷണ പാഠവും ഒക്കെ പ്രശംസിക്കപ്പെട്ടതാണ്. അപ്പോൾ അതുപോലെ മുഖ്യമന്ത്രി ആയാലും അത് സാധിക്കും, അല്ലെങ്കിൽ അതുപോലുള്ളൊരു വ്യക്തിക്ക് സാധിക്കും എന്നാണ് പറഞ്ഞത്. എനിക്ക് ടീച്ചറിൻ്റെ ആ പ്രവർത്തനങ്ങളൊക്കെ വലിയ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് പറഞ്ഞ. സിനിമയിൽ കരുത്തുറ്റ വനിതാ കഥാപാത്രങ്ങളെ കൈയടക്കത്തോടെ അവതരിപ്പിച്ചിട്ടുള്ള നടി ഉർവശി കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ കൂടിയാണ് ന്യൂസ് 18-നുമായി പങ്കുവച്ചത്. പ്രത്യേകിച്ച് അവർ പറഞ്ഞത്, അതായത് പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല, അത് അറിഞ്ഞിരിക്കണം, പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നിന്ന് അടക്കമുള്ളവർ എന്നതാണ് പറഞ്ഞു വെക്കുന്നത്. ഉർവശിയുമായി അഭിമുഖം നടത്തിയ ഹരി തന്നെ ഒപ്പം ചേരുന്നുണ്ട്. ഹരി, തെരഞ്ഞെടുപ്പ് സമയമാണ്, അതുകൊണ്ട് തന്നെ ഉർവശിയുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യവുമുണ്ട്. പ്രത്യേകിച്ച് പ്രബുദ്ധ കേരളം എന്ന് നമ്മൾ പറയുമ്പോൾ പോലും കേരളം പിന്നിൽ നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കേരളത്തിന് ഇതുവരെയും ഒരു ദളിത് മുഖ്യമന്ത്രിയെ സമ്മാനിക്കാൻ സാധിച്ചിട്ടില്ല. വനിതാ ശാക്തീകരണത്തിലൊക്കെ നമ്മൾ ഏറെ മുന്നിലാണ് എന്ന് അവകാശപ്പെടുമ്പോഴും കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അവിടെയാണ് ഇന്ദിരാഗാന്ധിയുടെയും ജയലളിതയുടെയും മമതയുടെയും ഒക്കെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ഉർവശി മറുപടി നൽകിയത്. എന്ത് രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് ഉർവശി പങ്കുവെക്കുന്നത്? തീർച്ചയായും അഭിലാഷ്, അത് തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഇത്രയൊക്കെ പറയുമ്പോൾ പോലും ഒരു ദളിത് മുഖ്യമന്ത്രി, ഒരു വനിതാ മുഖ്യമന്ത്രിയോ ഉണ്ടായിട്ടില്ല. എന്നാൽ കൃത്യമായി ഉർവശി പേരെടുത്ത് പറയുന്നുണ്ട്. തമിഴ്നാടായാലും വെസ്റ്റ് ബംഗാൾ ആയാലും ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് ഉർവശി പറയുന്ന രാഷ്ട്രീയ നിലപാട് വെറുതെ തള്ളിക്കളയാനും സാധിക്കില്ല. രാഷ്ട്രീയത്തിൽ ഇറങ്ങുമോ എന്നതായിരുന്നു ഞാൻ ആദ്യം ചോദിച്ചത്. അപ്പോൾ പോലും ഉർവശി പറയുന്നത് തൽക്കാലം നിലവിലത്തെ സാഹചര്യപ്രകാരം തനിക്ക് സിനിമാഭിനയവും മാത്രമായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹമെങ്കിൽ പോലും ഭാവിയിൽ എന്താകുമെന്നതിനെക്കുറിച്ച് തനിക്കറിയില്ല. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലാണ് താൻ ജീവിക്കുന്നത്, തമിഴ്നാട്ടിലാണ് തനിക്ക് വോട്ടുള്ളത്, തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ഉർവശി. അതോടൊപ്പം തന്നെയാണ് വനിതാ മുഖ്യമന്ത്രിയുടെ കാര്യം എടുത്തു ചോദിച്ചപ്പോൾ പോലും വനിതാ മുഖ്യമന്ത്രി വേണം എന്നുള്ളത് തൻ്റെ ആഗ്രഹമാണ്, അത് ഓരോ സ്ത്രീകളുടെയും ആഗ്രഹമാണ്, ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണം എന്നത്. കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും പൊതുസമൂഹത്തിന് മുന്നിൽ നിലനിൽക്കുമ്പോഴാണ് ഉർവശി കൃത്യമായ ഒരു നിലപാട് എടുക്കുന്നത്. വനിതാ മുഖ്യമന്ത്രി വേണമെന്ന ആഗ്രഹം പറഞ്ഞ പിന്നാലെ തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് കെ ശൈലജയുടെ പേരാണ്. കെ ശൈലജ എന്ന മുൻ ആരോഗ്യമന്ത്രി നടത്തിയ പ്രവർത്തനങ്ങൾ വിദേശത്തുൾപ്പെടെ ചർച്ച ചെയ്തിട്ടുണ്ടെന്നും കെ ശൈലജയുടെ പ്രവർത്തനങ്ങൾ തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും ഉർവശി പറയുമ്പോൾ ഒരു വനിതാ മുഖ്യമന്ത്രി, ഒരു വനിത മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ തൻ്റെ മുന്നിലുള്ള ആദ്യത്തെ ഓപ്ഷൻ ഒരു പക്ഷേ കെ ശൈലജ എന്നതായിരിക്കും. ആ പ്രവർത്തനങ്ങൾ ചോദിക്കുമ്പോൾ പോലും ഉർവശി ആദ്യം പറയുന്ന പേര് കെ ശൈലജയുടേതാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് തന്നെ ഉർവശി സംസാരിക്കുമ്പോൾ പോലും അത് പൂർണ്ണമായും തള്ളിക്കളയുന്നതുമില്ല. എന്നാൽ തനിക്കുള്ളിലുള്ള രാഷ്ട്രീയ ബോധത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. മറുപടി പറയാതിരിക്കാൻ വേണ്ടി മാത്രമായിട്ട് പല താരങ്ങളും ഇതുപോലുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുമെങ്കിൽ പോലും ജനപ്രിയമായ കഥാപാത്രങ്ങൾ താൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ തന്നോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ സ്വാഭാവികമാണെന്നും അതിൽ നിന്ന് താൻ ഒഴിഞ്ഞു മാറാൻ താല്പര്യമില്ലെന്നും തനിക്ക് കൃത്യമായി രാഷ്ട്രീയ നിലപാടും തനിക്ക് വോട്ട് ചെയ്യുന്നത് പോലും ആരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണെന്നും മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി വേണമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ മുൻ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് കാര്യങ്ങൾ പറയുമ്പോഴും മമതാ ബാനർജിയെയും ജയലളിതയും ഒക്കെ കരുത്തുറ്റ വനിതകളാണ് എന്ന് പറയുമ്പോൾ പോലെ തന്നെയാണ് ഇവിടെ ഒരു വനിതാ മുഖ്യമന്ത്രി ഇല്ലാത്തതിൻ്റെ കാരണം കൂടി ഉർവശി പറയുന്നത്. അത് ഉണ്ടാകണം അത് തന്നെയാണ് തൻ്റെ ആഗ്രഹമെന്നും ഉർവശി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തൽക്കാലം ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഏത് പാർട്ടിയുമായിട്ട് മുന്നോട്ട് പോകുമോ എന്ന കാര്യമൊന്നും അറിയില്ലെങ്കിൽ പോലും തമിഴ്നാട് ഇലക്ഷൻ തന്നെയാണ് താൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. കാരണം തമിഴ്നാട്ടിലാണ് തനിക്ക് വോട്ടുള്ളത്, അവിടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുന്നു എന്നതും കൂടി പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടും പറയുന്നുണ്ട്. ഇപ്പോൾ ശരത് കുമാർ പാർട്ടിയുമായിട്ട് മുന്നോട്ട് വരുന്ന കാര്യമായാലും TVK കുറിച്ചുമൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. DMK ശക്തമായ രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടാക്കുന്നു. അങ്ങനെ തമിഴ്നാട് ഇലക്ഷനെ കുറിച്ച് വളരെ വളരെ ശ്രദ്ധയോടെ നോക്കി കാണുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ ദിവസവും വാർത്ത വായിക്കുകയും അതനുസരിച്ച് തന്നെ തൻ്റെ വിശകലനം നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് ഉർവശി പറയുമ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്ത് ജനപ്രിയം ആർജിച്ച ഒരു താരം, ഇപ്പം മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ തമിഴിലും ഒക്കെ ചെയ്തിരിക്കുന്ന താരത്തിൽ നിന്നും രാഷ്ട്രീയമായിട്ടൊരു നിലപാട് വരുമ്പോഴാണ് ആ വാക്കുകൾക്ക് പ്രസക്തി ഏറുന്നത് എന്നതും പറയാതിരിക്കാൻ സാധിക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉർവശി പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് തനിക്കുള്ള നിലപാടുകളുണ്ടെന്നും ഏത് പാർട്ടിയോടാണ് തനിക്ക് മമതയുള്ളതെന്നും ഉർവശി പറയുന്നില്ല. പക്ഷേ തനിക്ക് രാഷ്ട്രീയ നിലപാടുണ്ട്. ആ രാഷ്ട്രീയ നിലപാടിനനുസരിച്ച് തന്നെയാണ് താൻ മുന്നോട്ട് പോകുന്നതെന്നും ഭാവിയിൽ എന്താകുമെന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ രാഷ്ട്രീയ ചോദ്യത്തിനോട് തള്ളിക്കളയുന്നില്ല ഉർവശി. എന്തായാലും താൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങില്ല എന്ന് ഉർവശി പറയുന്നില്ല. തൽക്കാലം തനിക്ക് സിനിമാ മേഖലയുമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹമെങ്കിൽ പോലും ഭാവിയിൽ എന്താകും എന്നതറിയില്ല എന്ന് പറയുമ്പോഴാണ്
അവിടെ പൂർണ്ണമായും തള്ളിക്കളയാത്ത ഒരു ഉത്തരം ഉർവശിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ വനിതാ മുഖ്യമന്ത്രി വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ തന്നെയാണ് മുൻ ആരോഗ്യമന്ത്രിയായ കെ കെ ശൈലജയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉർവശി വാചാലയാകുന്നത്. സ്വാഭാവികമായും വിദേശത്തുൾപ്പെടെ കെ കെ ശൈലജയുടെ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതും കോവിഡ് കാലത്ത് കെ കെ ശൈലജ എന്ന മുൻ ആരോഗ്യമന്ത്രി നടത്തിയ സേവനങ്ങൾ എന്തുമാത്രം കേരളത്തിന് ഉപകാരമായി എന്ന് അത് അക്കമിട്ടുകൊണ്ട് ഉർവശി വ്യക്തമായിട്ട് ഒരു നിലപാട് എടുക്കുകയും ചെയ്യുന്നത്. എന്തായാലും എല്ലാ വനിതകളും ഇപ്പോൾ ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് ഹരി ചോദിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ സിനിമയിൽ നിന്ന് പിന്നീട് രാഷ്ട്രീയം, അവിടെ ഒരു കാലഘട്ടത്തിൽ സിനിമയും രാഷ്ട്രീയവും രണ്ടായിരുന്നില്ല, ഒന്ന് തന്നെയായിരുന്നു. അത് മാറിയിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിലേക്ക് വന്നാലും ഹരി എത്രയോ ആളുകൾ സിനിമാ മേഖലയിൽ നിന്ന് സ്ഥാനാർത്ഥിയായി കടന്നു വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. ഇപ്പോൾ പോലും മുകേഷ് MLA ആയി തുടരുന്ന സാഹചര്യമുണ്ട്. ഗണേഷ് കുമാർ സിനിമയിലുണ്ടായിരുന്ന മന്ത്രിയായി തുടരുന്ന സാഹചര്യമുണ്ട്. ഇന്നസെന്റ് MP ആയിരുന്ന സാഹചര്യമുണ്ട്. ജഗദീഷിനെ പോലെയൊക്കെയുള്ളവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സാഹചര്യമുണ്ട്. നേരത്തെയും അത്തരത്തിലൊക്കെ സിനിമാ മേഖലയിൽ നിന്ന് നിരവധിയായ ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവിടെയും പരിശോധിച്ച് നോക്കുമ്പോൾ സ്ത്രീകളുടെ എണ്ണം പരിശോധിച്ചാൽ അങ്ങനെ സിനിമാ മേഖലയിൽ നിന്ന് വനിതകൾ രംഗത്തേക്ക് വരുന്നത് വളരെ കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. അവിടെയാണല്ലോ ഉർവശി ഒരു പക്ഷേ ഭാവിയിൽ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയത്തിലേക്കടക്കം തനിക്ക് കടന്നു വരാം. ആ സാധ്യത തള്ളിക്കളയുന്നുമില്ലല്ലോ ഉർവശി. തീർച്ചയായും അത് തന്നെയാണ്. അല്ലെങ്കിൽ തനിക്ക് പൂർണ്ണമായും താൻ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല, അത് തന്നെ മേഖലയല്ല എന്ന് പറഞ്ഞ് ഉർവശിക്ക് ഒഴിഞ്ഞു മാറാമായിരുന്നു. പക്ഷേ അതല്ല ഉർവശിയുടെ മറുപടി. തനിക്ക് തൽക്കാലത്തേക്ക് സിനിമയുമായി കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് താല്പര്യം, അതാണ് തൻ്റെ ജീവിത മാർഗം. എന്നാൽ ഭാവിയിൽ എന്താണെന്ന് പറയാൻ സാധിക്കില്ല. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിനെക്കുറിച്ച് തള്ളിക്കളയുന്നുമില്ല. ഈ അഭിമുഖത്തിന് തൊട്ടു മുന്നേ പ്രസ് ക്ലബ്ബിൽ വെച്ചൊരു വാർത്താസമ്മേളനം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഉർവശി ഒഴിഞ്ഞു മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിനുശേഷമാണ് ഈ അഭിമുഖം എടുക്കുന്നത്. അപ്പോഴാണ് ഈ കാര്യം ഉർവശി പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് തനിക്ക് ഇറങ്ങാൻ താല്പര്യമില്ല എന്നല്ല പറയുന്നത്, പൂർണ്ണമായും അത് തള്ളിക്കളയുന്നുമില്ല. പക്ഷേ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ പ്രത്യേകിച്ച് സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് സ്വാഭാവികമായും നമ്മൾ കാണുന്ന കാഴ്ച തന്നെയാണ്. ഇപ്പോൾ തന്നെ മുകേഷും KV ഗണേഷ് കുമാറും അല്ലെങ്കിൽ MP ആയിരുന്ന ഇന്നസെൻറ്റും ഒക്കെ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അങ്ങനെ നമുക്ക് എണ്ണി പറയാവുന്ന താരങ്ങളുണ്ടെങ്കിൽ പോലും അങ്ങനെ വനിതാ താരങ്ങൾ കേരളത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് അങ്ങനെ വരുന്നത് അങ്ങനെ കാണാറില്ല. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് സാധാരണയായി ഇപ്പം അഭിനേതാക്കൾ പ്രത്യേകിച്ച് നായികമാർ തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് അങ്ങനെ തുറന്നു പറയാറുമില്ല കേരളത്തിൽ. ഇപ്പോൾ സാധാരണയായി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് വിരലെണ്ണാവുന്ന ചിലർ മാത്രമാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഉർവശി തൻ്റെ രാഷ്ട്രീയ നിലപാട് കൃത്യമായിട്ട് സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. സാധാരണയായി ഈ വനിതാ താരങ്ങളോടൊക്കെ തന്നെ നമ്മൾ ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്നതാണ് പതിവ്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മറുപടി പറയാറില്ല. തനിക്ക് സിനിമകൾ ആണ് ലക്ഷ്യം, അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോകുന്നു. ചിലപ്പോൾ ഇനി ഒരു നിലപാട് പറഞ്ഞാൽ അത് വീണ്ടും ഒരു പ്രതിസന്ധിയിലാകുമോ, കുഴപ്പത്തിലാകുമോ എന്നുള്ളത് ചിന്തിക്കുന്നതിനപ്പുറത്ത് നിന്നുകൊണ്ടാണ് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്തുള്ള ആരോഗ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കെ ശൈലജയുടെ പ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെ അക്കമിട്ടാണ് സംസാരിക്കുന്നത്. വിദേശത്ത് കിടക്കുന്ന അല്ലെങ്കിൽ ആ നടത്തിയ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ കോവിഡ് സമയത്ത് എന്തുമാത്രം ആരോഗ്യമന്ത്രി ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഉർവശി എണ്ണിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് വനിതാ മുഖ്യമന്ത്രിയുടെ കാര്യം പറയുമ്പോൾ ആദ്യം പറയുന്ന പേരും കെ കെ ശൈലജയാണ്. അപ്പോൾ എടുത്ത് ചോദിക്കുന്നുണ്ട്, കെ കെ ശൈലജയാണോ മുഖ്യമന്ത്രിയാവാൻ താല്പര്യമുള്ളതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും അവരുടെ പ്രവർത്തനങ്ങൾ തനിക്ക് ഇഷ്ടമാണെന്ന് ഉർവശി പറയുമ്പോൾ അതിനകത്തും ഒരു മറുപടി ഉണ്ട് എന്നത് വ്യക്തമാണ്. വനിതാ മുഖ്യമന്ത്രി വേണമെന്നുള്ള ആവശ്യം തള്ളിക്കളയുന്നതുമില്ല, അതിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് എന്നതും കൂടി ഉർവശി വ്യക്തമാക്കുന്നുണ്ട്. അഭിലാഷ്, കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പറയുന്നു. അതേസമയം രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം, ആ സാധ്യതകൾ ഒന്നും തന്നെ തള്ളിക്കളയുന്നില്ല. സ്ത്രീകൾക്ക് കരുത്തുറ്റ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധിക്കുക തന്നെ ചെയ്യും എന്നാണ് ഉർവശി ന്യൂസ് 18നോട് വ്യക്തമാക്കിയത്. നമുക്കറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ട്രെൻഡിങ് ആയിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു അഭിമുഖത്തിന്റെ ടീസർ ആണ് എന്നതാണ്. സാധാരണ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ വരുന്നത് പോലെയുള്ള ക്യാപ്റ്റൻ്റെ ഒരു ടീസർ ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ ഈ ടീസറിൽ അഭിമുഖം നടത്തുന്നത് മോഹൻലാലാണ്, അതും ഒരു സിനിമാ താരമാണ്. ഒരുപക്ഷെ വരും കാലങ്ങളിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയോടടക്കമൊക്കെ സംവദിക്കുന്ന അഭിമുഖം നടത്തുന്ന ആളിൻ്റെ സ്ഥാനത്ത് ഒരുപക്ഷെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള കരുത്തുറ്റ വനിതയൊക്കെ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിച്ചേക്കും. അതാണല്ലോ ഉർവശിയെ പോലെയുള്ളവർ ഇപ്പോൾ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.